السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولقد آتينا داود منا فضلا يا جبال أوبي معه والطير وألنا له الحديد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള ചരിത്ര വിവരണത്തിലൂടെയാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. ജാലൂത്ത് എന്ന് പറയുന്ന ശത്രുസേനയുടെ നേതാവിനെ അത്ഭുതകരമായ നിലക്ക് വധിച്ചു കളഞ്ഞതിന്റെ ശേഷം ചെറുപ്പക്കാരനായിരുന്ന ദാവൂദ് എന്ന് പറയുന്ന മഹാനായ ആ വ്യക്തിത്വത്തിലേക്ക് നേതൃത്വവും അധികാരവും പദവികളുമെല്ലാം വന്നു ചേരുകയാണുണ്ടായത്. ത്വാലൂത്ത് എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ജാലൂത്തിന്റെ സൈന്യത്തെ നേരിടാൻ ഒരുങ്ങി പുറപ്പെട്ടതെങ്കിലും ആ നേതൃത്വത്തിന്റെ കീഴിൽ അച്ചടക്കത്തോടെ ഉണ്ടായിരുന്ന അണികളിൽ ഒരു യുവാവ് മാത്രമായി അവരുടെ കൂടെ അനുസരണത്തോടെ അച്ചടക്കത്തോടെ ഉണ്ടായിരുന്ന ദാവൂദ് എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വം സൈനിക നേതാവിന്റെ ശത്രുവിന്റെ പക്ഷത്തുള്ള നേതാവായ ജാലൂത്തിനെ വധിച്ചതിന്റെ ശേഷം പിന്നീട് അദ്ദേഹത്തിലേക്കാണ് നായകത്വം വന്നത്, നേതൃത്വം വന്നത്, അധികാര പദവികൾ വന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രവാചകനായി നബുവത്ത് നൽകിക്കൊണ്ട് ആദരിക്കുകയും ചെയ്യുകയുണ്ടായി. അവിടെ മുതൽക്കാണ് മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജാലൂത്തിനെ വധിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ശേഷം അള്ളാഹു പറയാണ് വഖതല ദാവൂദ് ജാലൂത എന്ന് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറഞ്ഞു വആതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മത വഅല്ലമഹു മിമ്മാ യശാ. അദ്ദേഹത്തിന് നാം അധികാര പദവി കൊടുത്തു, അധികാര പദവി രാജത്വം കൊടുത്തു. വൽ ഹിക്മ, അതിന് വിശദീകരണം നൽകപ്പെട്ടത് നുബുവത്താണ്, പ്രവാചകത്വം കൊടുത്തു. വഅല്ലമഹു മിമ്മാ യശാ, നാം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മഹനീയമായ ഒരു പദവിയിലേക്ക് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടു. വലിയ ഒരു സ്ഥാനത്ത് മഹാനവറുകൾ അവരോധിതനായി. പക്ഷേ അവിടൊക്കെ നമ്മൾ മനസ്സിലാക്കണം, രാജ്യത്തിന്റെ ഭരണാധികാരം, രാജപദവി കൈവന്നിട്ടും നുബുവത്ത് ലഭിച്ചിട്ട് പോലും മഹാനായ പ്രവാചകൻ ജീവിതത്തിൽ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, പരിശുദ്ധി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. തന്റേതായ നിത്യവൃത്തിക്ക് വേണ്ടി അദ്ദേഹം അപ്പോഴും തനിക്ക് കഴിയാവുന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിലൂടെ ലഭ്യമായ അറിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് തന്റെ നിത്യവൃത്തിക്ക് വേണ്ടി അദ്ദേഹം തൊഴിൽ ചെയ്ത് തന്നെ മുന്നോട്ട് പോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രാജപദവി കിട്ടിയിട്ടും നബുവത്ത് കിട്ടിയിട്ടുമൊന്നും അദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്യാതെ, തൊഴിൽ ചെയ്യാതെ, മറ്റുള്ളവരുടെ സഹായത്തെ ആസ്പദമാക്കിക്കൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല.
മഹാനായ ആ വ്യക്തിത്വത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. ഒരാളും തന്നെ ഭക്ഷിച്ചിട്ടില്ല ഒരു ഭക്ഷണവും ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, തന്റെ കൈ കൊണ്ട് ജോലിയെടുത്തിട്ടുള്ള തന്റെ അധ്വാനത്തിന്റെ വകയിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം പോലത്തെ ഒരു മുന്തിയ ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ല. അതിനാണ് പവറുള്ളത്. തന്റെ തൊഴിലിലൂടെ തനിക്ക് ലഭിക്കുന്ന അതാണ് ഏറ്റവും ഒരാൾക്ക് ഖൈറായ ഭക്ഷണം. വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി, അദ്ദേഹത്തിന്റെ കൈ മുഖേന, അദ്ദേഹത്തിന്റെ കൈത്തൊഴിൽ മുഖേന അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. രാജാവായിട്ടും അത് തുടർന്നു. ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതേ ആശയം. കാന ദാവൂദ് അലൈഹിസ്സലാം ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി, തന്റെ കൈ കൊണ്ട് അധ്വാനിച്ച അധ്വാനത്തിൽ നിന്നല്ലാതെ അദ്ദേഹം ഭക്ഷിച്ചിട്ടില്ലായിരുന്നു. അതാണ് ഖൈർ എന്ന സന്ദേശം ലോകത്തിന് അവിടുന്ന് നൽകുകയാണ്. മഹാനായ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും കൃത്യമായ പല രൂപത്തിലുള്ള കാര്യങ്ങളിൽ ഒന്നായിരുന്നു ജനങ്ങൾക്ക് ഏറെ പ്രയോജനം സിദ്ധിക്കുമാറ് പിൽക്കാലത്തുള്ള ആളുകൾക്കൊക്കെ പ്രയോജനം ലഭിച്ച ഒരു തൊഴിൽ കൊണ്ടാണ്, അതല്ലെങ്കിൽ ഒരു കൈവിരുത് കൊണ്ടാണ്, കരവിരുത് കൊണ്ടാണ് മഹാനവറുകൾ അനുഗ്രഹിക്കപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ വിജ്ഞാന ശാഖയിൽ അദ്ദേഹം അവഗാഹം നേടുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തിലൂടെ പ്രകടമായ അതൊരു മുഅ്ജിസത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഅല്ലംനാഹു സൻഅത ലബൂസിൻ ലക്കും ലിതുഹ്സിനകും മിൻ ബഅസികും ഫഹൽ അൻതും ശാകിറൂൻ. സൂറത്തുൽ അംബിയായിലെ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഅല്ലംനാഹു, നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ദാവൂദ് അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു ദാവൂദ് നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വൻഅത ലബൂസിൻ ലക്കും, നിങ്ങൾക്ക് വേണ്ടി പടച്ചട്ട നിർമ്മാണം നടത്താൻ, പടത്തൊപ്പിയും പടയങ്കിയും പടച്ചട്ട നിർമ്മിക്കുവാനുള്ള പ്രത്യേകമായ അറിവ് അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു കൊടുത്തു. എന്തിനാണത് നിങ്ങൾ ഉപയോഗപ്പെടുത്താറുള്ളത്? ലിതുഹ്സിനകും മിൻ ബഅസികും, നിങ്ങൾക്കിടയിലുണ്ടാകുന്ന യുദ്ധങ്ങളിൽ, നിങ്ങൾക്കിടയിലുണ്ടാകുന്ന പടകളിൽ, നിങ്ങൾക്കിടയിലുണ്ടാകുന്ന യുദ്ധത്തിൽ നിങ്ങളെ കാത്തു രക്ഷിക്കുവാനായി നിങ്ങൾക്ക് വേണ്ടി പടച്ചട്ട നിർമ്മാണം അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഫഹൽ അൻതും ശാകിറൂൻ, എന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നവരാണോ? അല്ലാഹുവിന്റെ ചോദ്യം സൂറത്തുൽ അംബിയ. അധുനാധുന ആയുധങ്ങളുടെയും സാമഗ്രികളുടെയും ഒക്കെ നിർമ്മാണം നടക്കുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കോരിച്ചൊരിയുന്ന തീ തുപ്പുന്ന ആ രൂപത്തിലുള്ള അധുനാധുന ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളും സാമഗ്രികളും വെപ്പൺസ് എന്ന് ആ രൂപത്തിലുള്ള ആയുധങ്ങളും, തീ തുപ്പുന്ന ആയുധങ്ങള്, രാജ്യത്തെ മുഴുവൻ കരിച്ചു കളയുന്ന റോക്കറ്റുകള്, ഏറ്റവും രൂപത്തിലുള്ള സംഹാരശേഷിയുള്ള ആയുധങ്ങള്, ഇതൊക്കെ പിൽക്കാലത്താണ് വന്നത്. അതൊക്കെ വരുന്നതിന്റെ മുമ്പ്, അതൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നതിന്റെ മുമ്പ് യുദ്ധരംഗത്ത് ഇരുമ്പ് കവചങ്ങൾ ധരിക്കലായിരുന്നു യോദ്ധാക്കൾ രക്ഷാ കവചമായി കണ്ടിരുന്ന ഏകമാർഗം. ബോഡി മുഴുവൻ ഇരുമ്പ് കൊണ്ടാണ് മൂടും, അതല്ലാതെ അന്ന് വേറെ മാർഗമൊന്നുമില്ല. ബോഡി മുഴുവൻ അങ്ങോട്ട് ഇരുമ്പ് കൊണ്ടാണ് മൂടുന്ന അതിന്റെ ആ രൂപത്തിലുള്ള പലകങ്ങൾ, അതല്ലെങ്കിൽ അതിൻ്റെതായ പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു കവചം ഒട്ടാകെ ധരിക്കുക എന്നതായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ രംഗത്ത് ആ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന യോദ്ധാക്കൾക്ക് അത് ഉപയോഗിക്കാൻ പലപ്പോഴും ഉപയോഗിക്കാൻ കഴിയാത്തത്ര ഭയങ്കര ഭാരക്കൂടുതലും, അതുപോലെ തന്നെ അത് ധരിച്ചു കഴിഞ്ഞാലുള്ള പല പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരങ്ങളിലൂടെ പിൽക്കാലത്തും ഏത് കാലഘട്ടങ്ങളിലും യോദ്ധാക്കൾക്ക് ഉപകരിക്കുമാറ്, അതുപോലെ തന്നെ ഒരു പ്രയാസവുമില്ലാതെ ധരിക്കുമാറ്
അത് നിർമ്മിക്കുവാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് അള്ളാഹു അദ്ദേഹത്തിന്റെ കരത്തിലൂടെ അത് ഏറ്റവും കൂടുതൽ പ്രകടമാക്കുകയാണ് ഉണ്ടായത്. അതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത്. വഅല്ലംനാഹു, നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സ്വൻഅത ലബൂസിൻ ലക്കും, നിങ്ങൾക്കുള്ള പടച്ചട്ട നിർമ്മിച്ചു തരുവാൻ. അതൊരു പ്രത്യേകമായ രൂപത്തിൽ തന്നെയായിരുന്നു. ഇരുമ്പ് കവചത്തിൽ മുമ്പുണ്ടായിരുന്ന ആ രൂപത്തിലുള്ള ഇരുമ്പ് കവചങ്ങളിൽ അഭിവൃദ്ധിയും പരിഷ്കാരവും ഒക്കെ വരുത്തിയത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅലന്നാ ലഹുൽ ഹദീദ് അനിഅമൽ സാബിഗാത്ത് വഖദ്ദിർ ഫിസ് സർദ്. സൂറത്ത് സബയിലെ 10-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹു പറയാണ്, വഅലന്നാ ലഹുൽ ഹദീദ്, നാം അദ്ദേഹത്തിന് ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു എന്നാണ്. അലാന, അദ്ദേഹത്തിന് ഇരുമ്പിനെ നാം മയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു, അനിഅമൽ സാബിഗാത്ത്, വിശാലമായ വലിയ പടയങ്കികൾ നീ നിർമ്മിച്ചോ, വലിയ പടത്തൊപ്പികൾ, പടച്ചട്ടകൾ നീ നിർമ്മിച്ചോളൂ. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, വഖദ്ദിർ ഫിസ് സർദി, കണ്ണികളൊക്കെ മെടഞ്ഞുണ്ടാക്കുമ്പോ അതിന്റെ തോത് നീ കണക്കാക്കണം. സാധാരണ മുമ്പ് ഒന്നാകരുത് ധരിക്കലായിരുന്നു, ഇനി അത് പോരാ. വളരെ വൃത്തിയിലും ഭംഗിയിലും ഭാരക്കുറവോടുകൂടി യോദ്ധാക്കൾക്ക് ഉപയോഗിക്കാവുന്ന നിലക്ക്, ഏറ്റവും നൂതനമായ നിലക്ക് അത് കണ്ണികൾ ഇഴചേർക്കുമ്പോ, അത് മെടഞ്ഞുണ്ടാക്കുമ്പോ അതൊക്കെ വളരെ ഭംഗിയായി നീ നിർവഹിക്കുകയും ചെയ്തേക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നിർദ്ദേശം കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അതൊരു മുഅ്ജിസത്തായിരുന്നു എന്നത്. കാരണം സാധാരണഗതിയിൽ ഒരാൾ ഇരുമ്പ് കൊണ്ട് ഒരു വസ്തു ഉണ്ടാക്കുന്നത്, ഏറ്റവും കാഠിന്യമുള്ള ഏത് ഇരുമ്പാണെങ്കിലും ശക്തമായ തീയിൽ വെച്ച് അത് പഴുപ്പിച്ച് അത് പദം വരുത്തി അതൊരു ലായനി രൂപത്തിൽ മൃദുവാക്കി തീർത്ത് പിന്നീട് അതിനെ വീണ്ടും പ്രത്യേകമായ അവസ്ഥയിലേക്ക് മാറ്റിയിട്ടൊക്കെയാണ് ആയുധങ്ങളും സാമഗ്രികളും ഒക്കെ ഉണ്ടാക്കാറ് പതിവ്. ഇവിടെ അതൊന്നുമില്ലാതെ, അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മൾ മാവ് വഴക്കുന്നില്ലേ, മെഴുക് ഉപയോഗപ്പെടുത്തുന്നില്ലേ, ആ രീതിയിൽ തന്റെ കൈകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന നിലക്ക് താൻ ഉദ്ദേശിക്കുന്നത് ഇരുമ്പിൽ നിന്ന് നിർമ്മിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവിടെ തീയിലിട്ട് പഴുപ്പിക്കേണ്ട ആവശ്യം വന്നില്ല. മറ്റുപകരണങ്ങൾ കൊണ്ട്, മിത്രക്കത്ത് കൊണ്ട്, ഹാമറുകൾ കൊണ്ട് അടിച്ച് പരത്തേണ്ട ആവശ്യം വന്നില്ല. വഅലന്നാ ലഹുൽ ഹദീദ് എന്ന് പറഞ്ഞത് അല്ലാഹു മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പ്രകടിപ്പിച്ച അമാനുഷികമായ മുഅ്ജിസത്തായ സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കണം, ദാവൂദ് നബിയുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണെന്ന്. ഇരുമ്പ് അനായാസം, ഒരു പ്രയാസമില്ലാതെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. നമ്മുടെ കയ്യിലുള്ള മാവ് പോലെ, മെഴുക് പോലെ, കളിമണ്ണ് പോലെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഏത് കാരിരുമ്പ് കൊണ്ടും എന്തും നിർമ്മിക്കാനുള്ള ഒരു പ്രത്യേകത ദാവൂദ് നബി അലൈഹിസ്സലാമിലൂടെ റബ്ബ് പ്രകടിപ്പിച്ചു കൊടുത്തു. അതാണ് അതിനെ അലന്നാ ലഹുൽ ഹദീദ്, അദ്ദേഹത്തിന് ഇരുമ്പിനെ നാം മൃദുവാക്കി കൊടുത്തു എന്നാണ് അള്ളാഹു പറയുന്നത്. മൃദുവാക്കി കൊടുത്തു. മെഴുകോ പൊടിമാവോ കൊണ്ടെന്ന പോലെ അത്ര വേഗത്തിൽ ഇരുമ്പ് കൊണ്ട് ഉപകരണങ്ങൾ നിർമ്മിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ പോലെ ഇരുമ്പ് കമ്പി ചൂട് പിടിപ്പിച്ച് മറ്റുള്ള സംവിധാനങ്ങളിലേക്ക് മാറ്റി പദം വരുത്തി പണിയെടുക്കുവാൻ പാകമാക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സാധാരണ മാർഗത്തിലൂടെ അല്ലാതെ ഇരുമ്പ് മയമായി കിട്ടുന്ന ഒരു മുഅ്ജിസത്താണ് അവിടെ പ്രകടമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പ്രസ്താവനക്ക് ഒരു വിശിഷ്യ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. ആർക്കും ഇപ്പൊ ചെയ്തിട്ട് ഇരുമ്പൊളച്ചുണ്ടാക്കിക്കൂടെ? പക്ഷെ ഇതല്ല, ഇത് അദ്ദേഹത്തിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന മുഅ്ജിസത്ത് തന്നെയായിരുന്നു. മാത്രമല്ല, പടച്ചട്ടം അടഞ്ഞുണ്ടാക്കുമ്പോ അതിന്റെ കണ്ണികളെല്ലാം അളവും തോതും ഒക്കെ കൃത്യപ്പെടുത്തിക്കൊള്ളണം എന്ന് കൂടി നിർദ്ദേശിക്കുകയാണ്. വഖദ്ദിർ ഫിസ് സർദി. അങ്ങനെയാണ് അധുനാധുന രൂപത്തിൽ ആ കാലഘട്ടത്തിൽ ഭാരക്കുറവുള്ളതും ഉപയോഗിക്കാൻ പ്രയാസമില്ലാത്തതുമായ നിലക്ക് പടച്ചട്ടകൾ നിർമ്മിച്ചു തുടങ്ങിയത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിച്ചപ്പോൾ പറയുകയുണ്ടായി, അവ്വലു മൻ സനഅ ദുറുഅ ദാവൂദ്, ഈ നിലക്കുള്ള പടയങ്കികളും പടച്ചട്ടകളും ആദ്യമായി നിർമ്മിച്ചത് ദാവൂദ് നബി അലൈഹിസ്സലാം ആയിരുന്നു. വഇന്നമാ കാനത്ത് സഫായിഹ, മുമ്പത് കേവലം ചില പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു പലകകൾക്ക് സമാനമായ നിലക്കുള്ള ഒന്നാകെയുള്ള ചില കഷ്ണങ്ങളായിരുന്നു, ചില പ്ലേറ്റുകളായിരുന്നു, ലോഹ പ്ലേറ്റുകളായിരുന്നു.
എന്നാൽ ഫഹുവ അവ്വലു മൻ സറദഹാ വഹല്ലഖഹാ, അതിന്റെ തോതും അതിന്റെ അളവും അതിന്റെ കണ്ണികളും ഒക്കെ കൃത്യമായി അതിന്റെ രൂപവും നൂതന ഭാവവും ഒക്കെ നൽകിയത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ തന്നെയായിരുന്നു. വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ മുഫസ്സിരീങ്ങളിൽ ധാരാളക്കണക്കിന് ആളുകൾ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. അപ്പൊ ഇത് അദ്ദേഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കിയ മുഅ്ജിസത്തും അദ്ദേഹത്തിന്റെ ഫളലായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുകയും നാം വിശ്വസിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതോടൊപ്പം വേറെയും ധാരാളം അനുഗ്രഹങ്ങൾ മഹാനവറുകൾക്ക് നൽകപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫദ്ലാ യാ ജിബാൽ അവ്വിബി മഅഹു വത്തൈർ. സൂറത്ത് സബയിലെ 10-ാമത്തെ ആയത്തിലൂടെ തന്നെ അല്ലാഹു ഇത് പറയുന്നു. വലഖദ് ആതൈനാ, തീർച്ചയായും നാം കൊടുക്കുകയുണ്ടായി ദാവൂദിന് മിന്ന, നമ്മുടെ പക്ഷത്ത് നിന്ന് ഫദ്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ പലതും കൊടുത്തു. വളരെ പ്രധാനമായ പല അനുഗ്രഹങ്ങൾ. ഇതിലൊരു അനുഗ്രഹം പറയണം, എന്താ? യാ ജിബാൽ, അല്ലാഹ് പർവ്വതങ്ങളോട് കൽപ്പിച്ചു, യാ ജിബാൽ, ഹേ പർവ്വതങ്ങളെ, അവ്വിബി, നിങ്ങൾ കീർത്തനം ആലപിക്കണേ, നിങ്ങൾ കീർത്തനങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണേ, മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ, വത്തൈറ, പക്ഷികളോടും ഒന്നിച്ച്. പർവ്വതങ്ങളെ, അദ്ദേഹത്തോടൊപ്പവും പക്ഷികളോടും ഒന്നിച്ച് നിങ്ങൾ കീർത്തനം ആവർത്തിക്കണേ എന്ന് പക്ഷികളോട് അതുപോലെ തന്നെ പർവ്വതങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന കൊടുത്തിട്ടുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തസ്ബീഹ് ഇങ്ങനെ ചൊല്ലുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ തസ്ബീഹ് ചൊല്ലാൻ പർവ്വതങ്ങളുണ്ട്, പക്ഷികളുണ്ട്. സുബ്ഹാനല്ലാഹ്, ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ലല്ലേ? അങ്ങോട്ട് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടല്ലേ? കാലഘട്ടം അതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, ക്ഷമിക്കുക. പർവ്വതം തസ്ബീഹ് ചൊല്ലിയേ, പക്ഷികൾ തസ്ബീഹ് ചൊല്ലിയേ എന്നൊക്കെ ഒരു പക്ഷേ ചിന്ത വരും. അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്, വിശ്വസിച്ചോളണം, ഇല്ലെങ്കിൽ ഇസ്ലാം ഒന്ന് പതുക്കെയാണ് പുറത്തേക്ക് പോകാം. അള്ളാഹു പറയാണ്, ഞാൻ കൊടുത്തതാണത്, ഞാൻ നൽകിയ അനുഗ്രഹമാണ്. പർവ്വതങ്ങളെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദാവൂദിന്റെ കൂടെ നിങ്ങൾ കീർത്തനം ആലപിക്കണം, കീർത്തനം ആവർത്തിക്കണം. വത്തൈറ, പക്ഷികളും ഒന്നിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് നടത്തുന്നതിൽ ദാവൂദ് നബിയോടൊപ്പം പങ്കെടുക്കത്തക്ക വിധം മലകളെയും പക്ഷികളെയും അല്ലാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം എന്നല്ല, അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. അല്ലാഹു തആല പറയുന്നത് നോക്കൂ, ഇത് വേറെടുത്തും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംബിയായിലെ 79-ാമത്തെ ആയത്ത്, വസഖർനാ മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്തൈർ. വസഖർനാ, നാം കീഴ്പ്പെടുത്തി കൊടുത്തു, ദാവൂദിന്റെ കൂടെ, അൽ ജിബാൽ, പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്തു. യുസബ്ബിഹ്ന, ആ പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു, ആ പർവ്വതങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തുന്നു, ആ പർവ്വതങ്ങൾ റബ്ബിന് കീർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പർവ്വതങ്ങൾ മാത്രമല്ല, വത്തൈർ, പക്ഷികളെയും നാം ദാവൂദിന്റെ കൂടെ തസ്ബീഹ് ചൊല്ലാൻ ഏർപ്പെടുത്തി കൊടുത്തു, കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷേ എപ്രകാരമായിരുന്നു ഈ മലകളുടെയും പക്ഷികളുടെയൊക്കെ തസ്ബീഹ് നമുക്ക് മനസ്സിലാവില്ല. നമ്മളാരും ഇന്ന് വരെ മല തസ്ബീഹിലെന്ന് കേട്ടിട്ടില്ല, പക്ഷി തസ്ബീഹിലെന്ന് കേട്ടിട്ടില്ല. എന്നാൽ അതുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ച് ഇവിടെ അതൊന്നും ഇല്ല എന്ന് പറയണോ? കേവലം മലകളും പക്ഷികളും മാത്രം വെക്കണ്ട. അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്ത്, വിശ്വാസികളെ, നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? وَإِن مِّن شَيْءٍ إِلَّا يُسَبِّحُ بِحَمْدِهِ وَإِن مِّن شَيْءٍ, ഒരു വസ്തുവുമില്ല ഈ പ്രപഞ്ചത്തിൽ, ഒരു വസ്തുവുമില്ല തന്നെ, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും,
അള്ളാഹുവിനെ വാഴ്ത്താത്ത, അവനെ സ്തുതിക്കാത്ത, അവനെ സ്തുതിക്കുകയും അവനെ വാഴ്ത്തുകയും ചെയ്യാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. പക്ഷേ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവൂല എന്ന് മാത്രം. നമ്മൾ കേൾക്കുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ച് മല തസ്ബീഹ് ചൊല്ലുന്നില്ല. ഇവിടുത്തെ പർവ്വതങ്ങള്, പക്ഷി, അതുപോലെ തന്നെ സസ്യലതാദികള്, ഇവയിൽ നിന്നൊക്കെ തസ്ബീഹ് വരുന്നില്ല എന്നൊരാൾ പറയാൻ പാടില്ല. നമുക്കറിയില്ല എന്നാളെ പറയും, നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഇല്ല എന്ന് പറയരുത്, ഇല്ല എന്ന് പറയരുത്. അത് കൃത്യമായി തന്നെ മലകൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നൊക്കെയുള്ള കീർത്തനങ്ങളും തക്ബീറുകളും തന്നെ ആയിരിക്കാമോ? അല്ലാഹു അഅലം. ആണെങ്കിലും അതിൽ അതിശയോക്തിയില്ല. ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു അത് ഹഖീഖത്തിൽ തന്നെ അലങ്കാരം പറഞ്ഞതൊന്നുമല്ല. അങ്ങനെ തന്നെ നടക്കുന്നതിനെന്താ കുഴപ്പം? കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നല്ലോ. ഇതുപോലെ തന്നെ ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹന ബിൽ അശിയ്യി വൽ ഇശ്റാഖ് വത്തയ്റ മഹ്ശൂറതൻ കുല്ലുൻ ലഹു അവ്വാബ്. സൂറത്തു സ്വാദിലെ 18-19 ആയത്തുകളിലും ഇതേ കാര്യം പറയണം. ഇന്നാ സഖർന, അല്ലാഹു പറയുന്നു, നാം കീഴ്പ്പെടുത്തി, അൽ ജിബാല, പർവ്വതങ്ങളെ, മഅഹു, ദാവൂദിന്റെ കൂടെ, യുസബ്ബിഹുന, വ തസ്ബീഹ് ചൊല്ലുന്നു, ബിൽ അശിയ്യി വൽ ഇശ്റാഖ്, സന്ധ്യാസമയത്തും പ്രകാശ സമയത്തും. അശിയ്യ് സന്ധ്യാസമയത്തും, ഇശ്റാഖ് പ്രകാശ സമയത്തും. ഇരുട്ടുള്ളപ്പോഴും വെളിച്ചുള്ളപ്പോഴൊക്കെ, സന്ധ്യാസമയത്തും പ്രകാശ സമയത്തുമൊക്കെ ആരുടെ കൂടെ പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലുകയാണ്? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ. തീർന്നില്ല, വത്തയ്റ മഹ്ശൂറ കുല്ലുൻ ലഹു അവ്വാബ്, അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നിലയിൽ പക്ഷികളെയും കീഴ്പ്പെടുത്തി കൊടുത്തു. എല്ലാം തന്നെ അദ്ദേഹത്തോട് വളരെ വിനയം കാണിച്ചിരുന്നു. ഈ പക്ഷികളും മലകളൊക്കെ വിനയം കാണിക്കുക ആരോട്? ദാവൂദ് നബി അലൈഹിസ്സലാമിനോട്. അല്ലാഹു തആല പറയുന്നു കുല്ലുൻ ലഹു അവ്വാബ്, അദ്ദേഹം പറഞ്ഞതാണ് അനുസരിക്കുക, അദ്ദേഹത്തിന്റെ കൂടെ കൂടുക, അങ്ങനെ ഒരു വിധേയത്വവും അനുസരണമൊക്കെ കാണിച്ചിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃത്യമായ നിലക്ക് ഇവിടെ അങ്ങനെ തന്നെ അവ സംസാരിക്കാണ്, അവ ആ നിലക്ക് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നതിനും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടതില്ല. കാരണം നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാഹു നാളെ പരലോകത്ത് വെച്ച് എന്തിനെയൊക്കെ സംസാരിപ്പിക്കും? നമ്മുടെ കൈകൾ സംസാരിക്കും, കാല് സംസാരിക്കുന്നുണ്ട്, മനുഷ്യന്റെ സ്കിന്ന്, അവന്റെ തൊലി സംസാരിക്കും. എന്താ അവിടെ നിന്ന് സംസാരിക്കാത്തത്? തൊലി മനുഷ്യനോട് ഇങ്ങനെ പറയുമ്പോ, തൊലി സംസാരിക്കുമ്പോ, മനുഷ്യൻ നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുമ്പോൾ തൊലിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്നത്? തൊലികളെ. മനുഷ്യൻ അവന്റെ തൊലികളോട് നാളെ പരലോകത്ത് വെച്ച് സംസാരിക്കുകയാണ്. ഹേ തൊലികളെ, അവരുടെ തൊലികളെ വിളിച്ചുകൊണ്ട് അവർ ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, നിങ്ങൾ എന്തിനാ ഈ ലോകത്ത് വെച്ച് ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? ആ സമയത്ത് തൊലികൾ സംസാരിക്കും. ഖാലൂ, അവര് പറയും എന്നാണ് അല്ലാഹു പറയുന്നത് തൊലികളെ സംബന്ധിച്ച്. ഖാലൂ, അവര് പറയും, അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈഇ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കാൻ കഴിവുള്ളവനായ റബ്ബ് ഞങ്ങളെയും ഇന്നത്തെ ദിവസം സംസാരിപ്പിച്ചതാണ്. അപ്പൊ ഏത് വസ്തുവിനെ കൊണ്ട് സംസാരിപ്പിക്കാനും അതുപോലെ തന്നെ ആ രൂപത്തിൽ വർത്തമാനം പറയിക്കാനൊക്കെ ആർക്ക് കഴിയും? അല്ലാഹുക്ക് കഴിയും. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു. നമ്മൾ ചോദ്യം ചെയ്യേണ്ട. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നതാണ്. തീർന്നില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായ ചില സംഭവങ്ങളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തന്നില്ലേ? ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, നുബുവത്തും കിട്ടിയതിന്റെ ശേഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു,
ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ ഇന്നി ലഅരിഫുൽ ആൻ. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. എന്താ പറയുന്നത്? ഇമാം മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നി ലഅരിഫു ഹജറൻ, ഒരു കല്ലിനെ എനിക്ക് നന്നായിട്ട് അറിയാം. മക്കയിലുള്ള ഒരു കല്ലിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത? യുസല്ലിമു കാന യുസല്ലിമു അലയ്യ, ആ കല്ല് എന്നെ കണ്ടപ്പോൾ സലാം പറയും. എപ്പോ? ഞാൻ നബിയായിട്ടൊന്നല്ല, ഖബ്ല അൻ ഉബ്അസ, ഞാൻ റസൂലായി നിയുക്തനാകുന്നതിന്റെ മുമ്പ് തന്നെ എന്നെ കാണുമ്പോൾ സലാം ചൊല്ലുന്ന ഒരു കല്ലിനെ എനിക്കറിയാം. ഇന്നി ലഅരിഫുൽ ആൻ, എനിക്ക് ഇപ്പോഴും അതിനെ നന്നായിട്ട് പരിചയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ല് സലാം പറയും, കല്ല് സലാം പറയും. തീർന്നില്ല. ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിൽ കാണാം, ഈ സംഭവം വിവിധ റിപ്പോർട്ടുകളിൽ പല സഹാബിമാരും ഉദ്ധരിച്ചിട്ടുണ്ട്. കാന ജിദ്ഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളിയിൽ ഒരു മിമ്പർ ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ആദ്യ കാലഘട്ടത്തിൽ 3 പടികളുള്ള മിമ്പർ നിർമ്മിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഈത്തപ്പനയുടെ ഒരു മുട്ടി അതിന്റെ ഒരു കഷ്ണത്തിൽ കയറി നിന്നിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മുടെ ഇന്ത്യൻ തേക്ക് കൊണ്ടൊരു മിമ്പർ നിർമ്മിക്കപ്പെട്ടു. മിമ്പർ നിർമ്മിക്കപ്പെട്ടതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്ഥിരമായി കയറി നിന്ന് ഖുത്ബ നിർവഹിച്ചിരുന്ന, വിശുദ്ധ ഖുർആൻ ഓതിയിരുന്ന, ജനങ്ങൾക്ക് ഉത്ബോധനം നൽകിയിരുന്ന ആ ഈത്തപ്പനയുടെ കഷ്ണത്തെ പള്ളിയുടെ ഒരു മൂലയിലേക്ക് അങ്ങ് മാറ്റിവെച്ച് പുതിയ മിമ്പറിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ആരംഭിച്ചു. ആ ഘട്ടത്തിൽ സ്വഹാബി പറയുകയാണ്, ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു ഒട്ടകക്കുട്ടി കരയും പോലെ ഒരു കരച്ചിൽ, തേങ്ങി 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 ഇങ്ങനെ ഈ ഈത്തപ്പന മുട്ടിയിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ പുറപ്പെടുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നിറങ്ങി, ഫവളഅ യദഹു അലൈഹി, ആ ഈത്തപ്പനയുടെ മരത്തടിയിന്മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ വെച്ച് ആശ്വസിപ്പിച്ചു. ഫസക്കത, അപ്പോൾ അത് മിണ്ടാതിരുന്നു. ബുഖാരിയിൽ കാണാം. ബുദ്ധിക്കൊള്ളുന്നില്ലല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വേറെ റിപ്പോർട്ടിൽ കാണാം, ഫസാഹത്തിൻ നഖ്ലാ സിയാഹ സബി, കുഞ്ഞുമക്കൾ കരയും പോലെ കരയാൻ തുടങ്ങി, തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനസല ഫളമ്മഹാ ഇലൈഹി, മിമ്പറിൽ നിന്ന് ഇറങ്ങി തന്നിലേക്ക് ഇങ്ങനെ അണച്ചു പിടിച്ചു അതിനെ. കുഞ്ഞു മക്കൾ ഇങ്ങനെ തേങ്ങലടിച്ച് കരയും പോലെ കരയുന്ന കാഴ്ച കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചു എന്നാണ് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലി, മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ പക്ഷികൾ തസ്ബീഹ് ചൊല്ലി എന്നൊക്കെ പറഞ്ഞ അതെങ്ങനെയെന്ന് ചോദിക്കണ്ടേ? അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോഴാണ് ഈ മുഅ്ജിസത്താവല്. നമുക്ക് മനസ്സിലായി. പിന്നെ അതിന് മുഅ്ജിസത്ത് എന്ന് പറയും, സാധാരണ സംഭവം എന്നല്ലേ പറയാ? സാധാരണ സംഭവം എന്നല്ലേ പറയണേ? മുഅ്ജിസത്തിന് അർത്ഥം കൊടുക്കുമ്പോൾ ആ ചേർക്കുന്നതിന് അസാധാരണ സംഭവം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളിലൂടെ പ്രകടമാക്കിയ പല കാര്യങ്ങളിൽ ഒന്നായിരുന്നു അത്. പർവ്വതങ്ങളും പക്ഷികളും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ തസ്ബീഹിനുണ്ട്, അല്ലാഹുവിനെ വാഴ്ത്തുവാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, മഹാനവറുകൾക്ക് ധാരാളം അറിവുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ബാപ്പയെ സംബന്ധിച്ചും മോനെ സംബന്ധിച്ചും ഒരുമിച്ച് പറഞ്ഞ സൂറത്തുൻ നംലിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയുണ്ടായി, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ, തീർച്ചയായും ദാവൂദിനും സുലൈമാനിനും നാം അറിവ് കൊടുക്കുക തന്നെ ചെയ്തു. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പല കാര്യങ്ങളും നമുക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടും ഒന്നിച്ചു പറഞ്ഞ ഒരുപാട് ഇടങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആ രംഗത്ത് മഹാനവറുകൾക്ക് ഒരുപാട് പ്രാവീണ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അള്ളാഹിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അവഗാഹം കൊടുത്തു. രാജ്യഭരണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ അറിവ് കൊടുത്തു. അതുകൊണ്ട് തന്നെ നന്നായി ഭരിച്ചു. 40 കൊല്ലത്തോളം തന്റെ സൈന്യങ്ങളെ, സുസജ്ജമായ സൈന്യങ്ങളുടെ നേതാവായി കൊണ്ട് തന്നെ രാജ്യതന്ത്രങ്ങളിലും ഭരണരംഗത്തും തന്റെ നൈപുണ്യം തെളിയിച്ചുകൊണ്ട് വളരെ കൃത്യമായ നിലക്ക് 40 കൊല്ലത്തോളം ഏറ്റവും സുന്ദരമായ ഭരണം കാഴ്ചവെച്ച മഹാനായ പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇത്രയൊക്കെ പദവികൾ ലഭ്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം,
മഹാനുഭാവന് ഇബാദത്തുകളിൽ ഒരു കമ്മി ഉണ്ടായിരുന്നില്ല എന്നാണ്. തിരക്ക് പിടിച്ച രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, തൊഴിൽ ചെയ്ത് ജീവിക്കുന്നയാളാണ്. ഇബാദത്തുകൾക്ക് ഒരു കമ്മിയും മഹാനവറുകൾ വരുത്തിയിരുന്നില്ല. രാജാവാണെന്ന് വിചാരിച്ചിട്ട് ഇബാദത്തുകൾക്ക് ഒരു കമ്മിയും വരുത്താതെ ഇബാദത്തുകളിൽ അതീവ ശ്രദ്ധയുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന് അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു. സൂറത്തു സാദിലെ 17-ാമത്തെ ആയത്തിൽ കാണാം, വദ്കുർ അബ്ദനാ ദാവൂദ ദൽ ഐദ് ഇന്നഹു അവ്വാബ്. വദ്കുർ അബ്ദനാ, നബിയേ നമ്മുടെ ദാസൻ. ആ പ്രയോഗം തന്നെ, അബ്ദന എന്ന പ്രയോഗം തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിക്കുന്ന, അള്ളാഹു വിരോധിച്ചതില്ലെന്ന് മാറി നിൽക്കുന്ന, കൃത്യമായി റബ്ബിന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന വിനീതനായ ദാസൻ, നമ്മുടെ അടിമയായ ദാവൂദിനെ നബിയെ താങ്കൾ ഓർക്കൂ. എങ്ങനത്തെ ദാവൂദാണ്? ദൽ ഐദ്, നല്ല ബലമുള്ളവനായ. ഐദ് എന്ന് പറഞ്ഞാൽ കുറെ കൈകൾ എന്നല്ലേ, ധാരാളം കരങ്ങളുള്ള എന്നല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. നല്ല കരബലം, നല്ല പ്രാപ്തിയുള്ള, ഊക്കുള്ള ആളായിരുന്നു, ശക്തനായിരുന്നു ദാവൂദ് ദൽ ഐദ്. നല്ല കരബലം ഉള്ളവനായ ദാവൂദിനെ ഓർക്കുക. എന്താ അദ്ദേഹത്തിന്റെ ഗുണം? ഇന്നഹു അവ്വാബ്, അദ്ദേഹം അല്ലാഹുവിലേക്ക് വളരെ മടക്കമുള്ള ആളാകുന്നു. ധാരാളം തൗബ ചെയ്യുമ്പോഴും അല്ലാഹുവോട് ഇങ്ങനെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ടിരിക്കും. അവ്വാബ് എന്ന് പറഞ്ഞാൽ, ആയിബ് എന്ന് പറഞ്ഞാൽ തന്നെ തൗബയിൽ നിന്ന് മടങ്ങുന്ന ആളാണ്. അവ്വാബാകുമ്പോഴോ ധാരാളം എപ്പോഴും അള്ളാഹിനോട് ഇങ്ങനെ. നാ വല്ല തെറ്റും ചെയ്തിട്ടാ പറഞ്ഞില്ലേ? എന്തായിരുന്നു മഹാനവറുകൾ? ആരായിരുന്നു? ഇനി കേൾക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, കായിക ശക്തി, ആയുധപ്പയറ്റ്, ഭരണ നിപുണത, സൈനിക ശക്തി, സാധന സാമഗ്രികൾ നിർമ്മിക്കാനുള്ള അപാരമായ കഴിവ്, ഇരുമ്പിനെ മെരുക്കിക്കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ അത്ഭുതങ്ങള്, ലോക പ്രശസ്തി തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും മഹാനവറുകൾക്ക് രണ്ടാമത്തെ ഒരാള് അന്ന് പറയാനുണ്ടായിരുന്നില്ല. അതൊക്കെ കിട്ടിയ മഹാനായ നേതാവ് അള്ളാഹുവിനോട് കൂറും ഭക്തിയും കാണിക്കുന്നതിന് ഒരിക്കലും കമ്മി വരുത്തിയിരുന്നില്ല. കേൾക്കാൻ പോവുകയാണ് അത്ഭുതം, അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ അത്ഭുതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹബ്ബുസ് സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ് കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമാ വഅഹബ്ബുസ് സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ് കാന യനാമു നിസ്ഫൽ ലൈലി വയഖൂമു സുലുസഹു വയനാമു സുദുസഹു. ബുഖാരിയിലും കാണാം, മുസ്ലിമിലും കാണാം റഹിമഹുല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നോമ്പാണ് എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പിന്റെ രീതി ആരുടെ നോമ്പിന്റെ രീതിയായിരുന്നു? ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി പറയുന്നത്? കാന യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ, ഒരു ദിവസം നോമ്പെടുക്ക്, പിറ്റേ ദിവസം എടുക്കൂല. സുന്നത്ത് നോമ്പിന്റെ കാര്യം പറയുന്നത്. ഒരു ദിവസം നോമ്പ്, പിറ്റേന്ന് നോമ്പില്ല. അടുത്ത ദിവസം നോമ്പ്, എന്റെ പിറ്റേന്ന് നോമ്പില്ല. ഒന്നിടവിട്ട് എന്നും നോമ്പ് തന്നെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം സ്വലാത്തു ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിസ്കാരമായിരുന്നു. എന്താ അദ്ദേഹത്തിന്റെ രാത്രി നിസ്കാരത്തിന്റെ പ്രത്യേകത പറയാണ്? കാന യനാമു നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി അദ്ദേഹം ഉറങ്ങും. വയഖൂമു സുലുസഹു, മൂന്നിലൊന്ന് നീറ്റ് നിസ്കാരം തന്നെയാണ്. വയനാമു സുദുസഹു, നിസ്കരിച്ചിട്ട് പിന്നെ ഒരു സുദുസ്, ആറിലൊന്ന് ഉറങ്ങുന്നു. അത് നല്ല കഴിവാണ്. നമ്മൾ ഒരു ദിവസം കാണാൻ നീറ്റ് കിടന്നുറങ്ങിയ പിന്നെ സുബഹി ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കര ആവേശം കൊണ്ട് ഒരു ദിവസം കാണും തഹജ്ജുദിനൊക്കെ നീറ്റ്, അപ്പൊ നോക്കുമ്പോൾ 4 മണിക്ക് നീറ്റ് ഒന്ന് കൂട്ടിക്കൊള്ളി, 4:30 വരെയൊക്കെ നിസ്കരിച്ചു, ദുആ ചെയ്തു, ബാങ്ക് കൊടുക്കാൻ 5:00, 5:30, 5:20, ഒന്ന് മയങ്ങട്ടെ വിചാരിച്ചാൽ പിന്നെ 7 മണിയാവും നിൽക്കാം. ഇത് കണ്ടോ, ഉറങ്ങുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, പിന്നെ എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു അപാരമായ ഒരു പ്രത്യേകത. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാവട്ടെ, ഒരു ദിവസം നോമ്പ്, പിറ്റേന്നില്ല, പിന്നെയും നോമ്പ്, ഇങ്ങനെ തുടരുന്നു. ബുഖാരിയിലെ മുസ്ലിമിൽ നമുക്കത് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസിന്റെ ഒരു സംഭവമുണ്ട്, മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും അത് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരിക്കൽ വിവരം കിട്ടി. എന്ത്? ഞാൻ പറയുന്നുണ്ട്, വല്ലാഹി ലാ അസൂമന്ന നഹാറ വലാ അഖൂമന്ന ലൈല മാ ഇഷ്തു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനി പകല് മുഴുവൻ ഞാൻ നോമ്പ് നോൽക്കും, രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കും എന്ന് ഞാൻ പറഞ്ഞ വിവരം ആരെടുത്ത് കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ കിട്ടി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അങ്ങനെ പറഞ്ഞോന്ന്?
വിളിപ്പിച്ചു, അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഖദ് ഖുൽതുഹു ബി അബി അൻത വ ഉമ്മി, എന്റെ ഉമ്മാനെയും ബാപ്പാനെയും നിങ്ങൾക്ക് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അത് അവരുടെ പ്രയോഗമാണ്. കാരണം എനിക്ക് എന്റെ ഉമ്മയും ഉപ്പേനെ കാണൊക്കെ വലുത് നബി നിങ്ങളാണ്, ആണ് പ്രയോഗം. ഫിദാഅൻ ലക ബി അബി വ അൻത വ ഉമ്മി, എന്റെ ബാപ്പയെയും ഉമ്മയെയും പോലും നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ്. അത് അവരുടെ ഈമാനാണ്, അവരുടെ അഖീദയാണ്. നമ്മൾ ഖുത്ബയിൽ പറഞ്ഞില്ലേ, മാതാപിതാക്കളെക്കാളും സ്നേഹിക്കേണ്ടത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു അദ്ദേഹം, സത്യാനബി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്, ഫഇന്നക ലാ തസ്തതിഉ ദാലിക, നിനക്കതിന് കഴിയൂല, നിനക്കൊണ്ട് പറ്റൂല, നീ അങ്ങനെ പറയല്ലേ. നീ എന്ത് ചെയ്തോ, ഫസും ഫഅഫ്തിർ, ഒരു ദിവസം നോമ്പെടുത്തോ, അല്ല നീ നോമ്പെടുക്കുകയും നോമ്പ് മുറിക്കുകയൊക്കെ ചെയ്തോ, രാത്രി എഴുന്നേൽക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്തോ. വസും മിനശ്ശഹരി സലാസത അയ്യാം, ഒരു മാസത്തിൽ ഒരു 3 നോമ്പ് നീ എടുത്തോ. ഫഇന്നൽ ഹസനത ബിഅശ്രി അംസാലിഹാ, ഒരു നന്മക്ക് 10 ഇരട്ടി കൂലിയുണ്ടല്ലോ. അപ്പൊ ബദാലിക മിഥല സിയാമി ദഹരി, മാസം 3 നോമ്പെടുക്കുമ്പോൾ 30 നോമ്പിന്റെ കൂലിയായില്ലേ? അത് കൊല്ലം മുഴുവൻ എടുത്ത കാലം മുഴുവൻ നോമ്പെടുത്ത പോലെ ആയില്ലേ? അതുപോലെ അത് ചെയ്താ പോരെ എന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഖുൽതു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇന്നി ഉതീഖു അഫ്ദല മിൻ ദാലിക്, എനിക്ക് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ട് പറ്റും നബിയെ, പറ്റുന്നുണ്ടെങ്കിലോ, എനിക്ക് കഴിയുന്നുണ്ടെങ്കിലോ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ ഫസും യൗമൻ വഅഫ്തിർ യൗമൈൻ, ഒരു ദിവസം നോമ്പെടുത്തോ, 2 ദിവസം നോമ്പ് പാടില്ല. ഒരു ദിവസം എടുത്തോ, പിന്നെ 2 ദിവസം നോമ്പ് വേണ്ട, അടുത്ത ദിവസം എടുത്താൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇന്നി ഉതീഖു അഫ്ദല മിൻ ദാലിക്, എനിക്ക് അതിനേക്കാളും പറ്റുന്നുണ്ടെങ്കിലോ നബിയെ. എന്താ ഒരു ഈമാൻ! നമ്മൾ വല്ലതും കുറച്ചിട്ടാനാ പറ്റും നോക്കുക. എന്തെങ്കിലും കുറക്കാൻ വകുപ്പുണ്ടോ നബി എന്നാ ചോദിക്കുക. നമ്മളല്ലല്ലോ സഹാബത്ത് റളിയല്ലാഹു അൻഹു. നമുക്കുള്ള ഒരു സുന്നത്തേളെങ്കിലും തിങ്കളോ വ്യാഴോ എങ്കിലും നോമ്പെടുക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തരട്ടെ. നമ്മൾ ദുആ ചെയ്യാം. നമ്മളൊക്കെ അത്രയും കുറഞ്ഞോരാണ്. അതുകൊണ്ട് ഇദ്ദേഹം വീണ്ടും ചോദിക്കാൻ, എനിക്ക് പറ്റുന്നുണ്ടെങ്കിലോ നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു കൊടുത്തു, എങ്കിൽ ഫസും യൗമാ വഅഫ്തിർ യൗമാ, ഒരു ദിവസം നോമ്പെടുത്തോ, പിറ്റേന്ന് നോമ്പ് വേണ്ട, അടുത്ത ദിവസം എടുത്തോ. ഫദാലിക സിയാമു ദാവൂദ് അലൈഹിസ്സലാം, അതായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ്. വഹുവ അഫ്ളലു സിയാം, ഏറ്റവും ശ്രേഷ്ഠകരമായ രീതി അതാണ്. ഇദ്ദേഹം വിടുന്നില്ലല്ലോ. ഫഖുൽതു, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, ഇന്നി ഉതീഖു അഫ്ദല മിൻ ദാലിക്, എനിക്ക് അതിനേക്കാളും പറ്റുന്നുണ്ടെങ്കിലോ നബി, ഞാൻ എന്ത് ചെയ്യണം? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ അഫ്ദല മിൻ ദാലിക്, നീ അതിനേക്കാളും ഒരു ശ്രേഷ്ഠം ചോദിക്കണ്ട, അതിനേക്കാളും ഒരു ശ്രേഷ്ഠമായ രീതി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഇത് ബുഖാരിയിലും കാണാം ഈ സംഭവം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത്രയും പദവികളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഇബാദത്തുകളിൽ വലിയ ജാഗ്രത, അതിൽ വളരെ കണിശത മഹാനവറുകൾക്കുണ്ടായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. തീർന്നില്ല, ഭരണരംഗത്തുള്ള നൈപുണ്യം അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ടാണ് ഖുർആൻ പറയുന്നത്. ആധിപത്യത്തിന്റെ രംഗത്ത്, ഭരണരംഗത്തുള്ള നിപുണത അദ്ദേഹത്തിന് കൊടുത്തൊരു അനുഗ്രഹമായിട്ട് പ്രത്യേകം ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സ്വാദിലെ 20-ാമത്തെ ആയത്ത്, വശദദ്നാ മുൽകഹു വശദദ്നാ മുൽകഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്, അദ്ദേഹത്തിന്റെ ഭരണാധിപത്യത്തെ നാം ശക്തമാക്കി കൊടുത്തു. ഭരണാധിപത്യത്തിന് നല്ല പവർ കൊടുത്തു, നല്ല കെട്ടുറപ്പ് കൊടുത്തിരുന്നു. ഒരു പ്രശ്നവും ആ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല. നല്ല കെട്ടുറപ്പായിരുന്നു. സൈന്യങ്ങളൊക്കെ നല്ല സുസജ്ജം, വേണ്ട എല്ലാ ആൾക്കാരും പട്ടാളത്തിലുണ്ട്. വശദദ്നാ മുൽകഹു, അദ്ദേഹത്തിന്റെ ആധിപത്യത്തെ നാം ശക്തമാക്കി കൊടുത്തു. മാത്രമല്ല വആതൈനാഹുൽ ഹിക്മ, അദ്ദേഹത്തിന് വിജ്ഞാനം കൊടുത്തു. നുബുവത്തും അതിന്റെ പുറമെ ആവശ്യമുള്ള മതപരമായ വിജ്ഞാനങ്ങൾ കൊടുത്തു. വഫസ്ലൽ ഖിതാബ്, നിർണായകമായ ഭാഷണത്തിന്റെ കഴിവും കൊടുത്തു. നല്ല സംസാര ചാതുര്യമായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യമാണ് പറഞ്ഞാൽ പറഞ്ഞ വാക്കായിരുന്നു. വളരെ കൃത്യമായിട്ട് സംസാരിച്ച ആ കാര്യമാണ് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള മഹത്തായ ഒരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തു. നല്ല സംസാര വൈഭവം നൽകപ്പെട്ടു. തീർന്നില്ല, അദ്ദേഹത്തിന്റെ സ്വരമാധുര്യം അത് അദ്ദേഹത്തിന് നൽകപ്പെട്ട മറ്റൊരു പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിന് നൽകപ്പെട്ട ഗ്രന്ഥം ഏതായിരുന്നു? വആതൈനാ ദാവൂദ സബൂറാ, നമുക്കൊക്കെ അറിയാവുന്നതാണ്. വആതൈനാ ദാവൂദ സബൂറാ,
സൂറത്തുൻ നിസായിലെ 163-ാമത്തെ ആയത്തിലാണ് അല്ലാഹു ഇത് പറഞ്ഞത്. വലഖദ് ആതൈനാ ദാവൂദ സബൂറ. ദാവൂദ് നബി അലൈഹിസ്സലാമിന് നാം കൊടുത്തു എന്ത്? സബൂർ എന്ന വേദഗ്രന്ഥമാണ് കൊടുത്തത്. സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിന് കൊടുത്തു. ഇത് പാരായണം ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് പാരായണം ചെയ്യുന്ന വേളയിൽ ഇമാം ഔസാഇയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, പക്ഷികളും അതുപോലെ തന്നെ ജന്തുക്കളും ഒക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു കൂടുന്നു. അദ്ദേഹം ഇങ്ങനെ ഈ സ്വരമാധുരി കേട്ടിട്ട് പക്ഷികള് ജന്തുക്കള് ഒക്കെ അണഞ്ഞു കൂടും അടുത്തിങ്ങനെ. അത്രക്ക് സ്വരമാധുര്യം. പാരായണം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാൽ വല്ലാത്തൊരു സൗണ്ട്, ഒരു സ്വരമാധുര്യം നൽകപ്പെട്ട വ്യക്തിത്വമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരിക്കൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയാണ്. ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ആ സംഭവം പറയുന്നത്. സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗത അബീ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു വഹുവ യഖറഉ, ഖുർആൻ ഓതുന്ന ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു അബൂ മൂസ റളിയല്ലാഹു തആല അൻഹുവിനെ. എന്താ പറഞ്ഞത്? ലഖദ് ഊതിയ അബൂ മൂസ മിൻ മസാമീരി ആലി ദാവൂദ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സ്വരമാധുര്യത്തിൽ നൽകപ്പെട്ട വ്യക്തിത്വമാണ് അബൂ മൂസ. അബൂ മൂസ അശ്അരിയുടെ സൗണ്ട് വളരെ മനോഹരമായിരുന്നു എന്നാണ്. ആരും കേട്ട് നിന്നു പോകും ഖുർആൻ ഓതുന്നത് കേട്ടാൽ. ആ ഓത്ത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ പറഞ്ഞു, ദാവൂദ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ആ മിസ്മാറിൽ നിന്ന് ഇദ്ദേഹത്തിനും നൽകപ്പെട്ടിരിക്കുന്നു. മിസ്മാർ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ ഒരു സംഗീതത്തിന്റെ ഉപകരണമാണ്. പ്ലൂട്ട് എന്ന് ഇംഗ്ലീഷിലൊക്കെ പറയാവുന്ന, പുല്ലാങ്കുഴൽ എന്ന് മലയാളത്തിലൊക്കെ പറയാവുന്ന, ആരും കേട്ട് നിന്നു പോകുന്ന നല്ലൊരു സ്വരം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഒരു പ്രത്യേകമായ മസാമീർ പരാമർശിക്കപ്പെട്ടപ്പോ ചില ആൾക്കാർക്ക് മിസ്മാർ എന്നുള്ള വേർഡ് എവിടെങ്കിലും കേട്ടാൽ തന്നെ മതി, കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ, മ്യൂസിക് ഹലാലാന്ന് കിട്ടിയില്ലേ, മ്യൂസിക് ഹലാലാന്ന് കിട്ടിയില്ലേ. സംഗീതോപകരണം പുല്ലാങ്കുഴൽ, വീണ ഒക്കെ ഒരു വായിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ എപ്പോഴും ഒരു മിസ്മാർ ഉണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം. അങ്ങനെയൊക്കെ തോന്നൂലേ? അങ്ങനെ തോന്നിപ്പോകാൻ പാടുണ്ടോ? പാടില്ല, പാടില്ല. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള അദ്ദേഹമാണല്ലോ സ്വഹീഹ് മുസ്ലിമിന് വിശദീകരണം എഴുതിയ പ്രഗത്ഭനായ പണ്ഡിതൻ. അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള അദ്ദേഹമാണല്ലോ സഹീഹുൽ ബുഖാരിക്ക് ആധികാരികമായ ഒരു വ്യാഖ്യാനം എഴുതി അറിയപ്പെടുന്ന പണ്ഡിതൻ. അവർ രണ്ടാളും എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി ഇമാം നവവിയുടെ വാചകം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഇത് വിശദീകരിച്ചിട്ട് ഖാലൽ ഉലമ, പണ്ഡിതന്മാര് പറയാണ്, അൽ മുറാദ് ബിൽ മിസ്മാരി ഹുനാ, ഇവിടെ മിസ്മാർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഉപകരണമല്ല, അസ്സൗത്തുൽ ഹസൻ, നല്ല മനോഹരമായ ശബ്ദത്തെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഒരു മിസ്മാർ ഉണ്ടായിരുന്നു എന്നല്ല. അതിന് കുറച്ച് അബൂ മൂസയുടെ കയ്യിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഒരു പൊട്ട്, അതിന്റെ ഒരു ബാക്കി അന്നത്തെ എവിടുന്നോ ഒരു ശകലം കിട്ടിയിട്ട് ഇപ്പൊ അത് അബൂ മൂസയും കൊണ്ടു കിടക്കുന്നുണ്ട് എന്നല്ല. അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. വകാന ദാവൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനു സൗതി ജിദ്ദാ, മനോഹരമായ ശബ്ദമാധുര്യം നൽകപ്പെട്ട വ്യക്തിത്വമായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. ഇമാം നവവി അവിടുത്തെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം, ഇത് ഏതുപോലെയാണ് ഈ പ്രയോഗം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു മിസ്മാർ പ്രയോഗിച്ചിട്ടുണ്ട്. അതും ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. കണ്ടില്ലേ, പെരുന്നാളിന്റെ അന്ന് സംഗീതം വീട്ടിയിട്ട് പാട്ട് പാടാന്ന് മനസ്സിലായില്ലേ? എന്താ കാരണം? കേട്ടോളൂ സംഭവം. അതും തെറ്റിദ്ധരിക്കുകയാണ് ആൾക്കാർ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ആ സംഭവം പറയുന്നത്. അന്ന അബൂബക്കറിൻ, അബൂബക്കർ എന്റെ ഉപ്പ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ദഖല അലൈഹാ, എന്റെ അടുക്കലേക്ക് കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആയിഷ നബിയുടെ അടുത്തേക്ക് കടന്നു വന്നു. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹാ, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഉണ്ട്. എന്നാണത്? യൗമ ഫിത്റിൻ ഔ അദ്ഹ, ഒരു ഈദുൽ ഫിത്റിന്റെ അന്നാണ്, അല്ലെങ്കിൽ വലിയൊരുനാളിന്റെ അന്നാണ്. ഏതോ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക്, അല്ലാഹുവിന്റെ റസൂലും ഞാനും ഇരിക്കുന്നിടത്തേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബാപ്പ കടന്നു വന്നു. അന്നേരം ആയിഷ ബീവിയുടെ സമീപത്തെ രണ്ട് കൊച്ചു പെൺകുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. എന്ത് പാട്ടാണ് അവർ പാടുന്നത്? ബിമാ തഖാദഫത്തിൽ അൻസാർ യൗമ ബുആസ്,
മുആസിന്റെ ആ പ്രത്യേകമായ യുദ്ധം നടക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലുണ്ടായ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഈ കുട്ടികൾ വർണ്ണിച്ചു പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് ആയിഷ ബീവിയുടെയും അടുക്കൽ വെച്ച് ഈ പെൺകുട്ടികൾ പാട്ടുപാടുന്നത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മിസ്മാറു ശൈത്താൻ, മിസ്മാറു ശൈത്താൻ, ശൈത്താന്റെ പുല്ലാങ്കുഴൽ, ശൈത്താന്റെ പുല്ലാങ്കുഴലാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ? അപ്പൊ അതിന് ചില ആൾക്കാർ മനസ്സിലാക്കി ഈ കുട്ടികൾ ഇങ്ങനെ മിസ്മാർ ഉപയോഗിച്ച് പാട്ടുപാടായിരുന്നു പെരുന്നാളിന്റെ അന്ന്. അങ്ങനെയല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമായ അബൂബക്കർ, അബൂബക്കറെ രണ്ടാളെയും വിട്ടേക്ക്, പാടിക്കോട്ടെ. ഇന്ന ലികുല്ലി ഖൗമിൻ ഈദാ, എല്ലാ ജനങ്ങൾക്കും ഉണ്ട് ഓരോ പെരുന്നാൾ. ഇന്ന ഈദനാ ഹാദല്ലോ, നമ്മളെ പെരുന്നാളല്ലേ, കുട്ടികൾ പാടിക്കോട്ടെ, കുഞ്ഞു മക്കൾ പാടിക്കോട്ടെ. അതിനെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തില്ല. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാണ്, വലം യകുൻ മഅൽ ജാരിയതൈനി മിസ്മാർ, പെൺകുട്ടികളുടെ കയ്യിൽ മിസ്മാർ ഉണ്ടായിരുന്നില്ല. ഒരു സംഗീതോപകരണം കൊണ്ട് പാട്ടുപാടി എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇവരുടെ ഈ സ്വരമാധുര്യത്തോടെയുള്ള ഈ പാട്ടിനെ എന്തിനോട് ഉപമിച്ചു പറഞ്ഞു? ശൈത്താന്റെ പുല്ലാങ്കുഴലിനോട് ഉപമിച്ചു പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതിന് കുഴപ്പമില്ല അബൂബക്കർ, അവർ പാടിക്കോട്ടെ, നമ്മളെ പെരുന്നാളല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയും ഉണ്ടായി. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശബ്ദമാധുരി മനോഹരമായിരുന്നു. സബൂർ അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ വല്ലാത്തൊരു മനോഹാരിത, ശ്രവണ മാധുര്യം. മാത്രല്ല അത് പെട്ടെന്ന് സബൂർ വളരെ പെട്ടെന്ന് പാരായണം ചെയ്ത് തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാണ്. ഒരു സ്പീഡ്, സമയത്തിൽ ഒരു പ്രത്യേക ബറക്കത്ത് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഏറെ സമയമെടുത്തുകൊണ്ട് പാരായണം ചെയ്യേണ്ടുന്ന സബൂർ, എന്നാൽ അതിന്റെ അക്ഷരങ്ങൾക്കോ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിനോ ചിന്ത ഉപയോഗപ്പെടുത്തുന്നതിനോ ഒന്നും തടസ്സം വരാത്ത നിലക്ക് വളരെ സ്പീഡിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അത് പാരായണം ചെയ്ത് തീർക്കുക എന്നുള്ള പ്രത്യേകതയും മഹാനവറുകളിലൂടെ പ്രകടമായിരുന്നു എന്നുകൂടി ഇമാം അഹ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ധാരാളക്കണക്കിന് പ്രത്യേകതകൾ, പല രൂപത്തിലുള്ള മഹാത്മ്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലൂടെ അറിയിക്കപ്പെട്ടിട്ടുള്ള, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. ഇൻഷാ അല്ലാഹ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ തന്നെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട്. അത് നമുക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അഥവാ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണല്ലോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. അതോടനുബന്ധമായി കൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഉപ്പയുടെ ചില ഭാഗങ്ങൾ കൂടി നമുക്ക് പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഖുർആൻ അത് രണ്ടാളെയും ഒരേ സ്ഥലത്തും ബന്ധപ്പെടുത്തിക്കൊണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത് എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ അടുത്ത അവസരത്തിലേക്ക് നീട്ടിവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ വെട്ടിത്തെളിയിച്ചു തന്ന പാതകൾ മനസ്സിലാക്കുവാനും അതിനെ കൃത്യമായി ഉൾക്കൊള്ളുവാനും ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ ആവേശവും ഉത്സാഹവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമീങ്ങളാകുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഈ സമുദായത്തെ, ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ, ഇസ്ലാമിക പ്രബോധകന്മാരെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.